മീൻസ് ഒരു സൈഡിലായിട്ട് പോകരുത്. അപ്പോൾ നമ്മളൊരു 10 പേര് വീടിട്ടുണ്ടെങ്കിൽ 10 പേര് ഈ സൈഡിലായിരിക്കും. അപ്പം മറൈൻ ഡ്രൈവിൽ നിന്നാണ് നമ്മുടെ ഈ ബോട്ട് മൂവ് ആയത്. നമ്മൾ ഈ കടന്നു പോകുന്ന ഇരുവശങ്ങളിലായിട്ട് കാണുന്ന കാഴ്ചയുടെ ഒരു ചെറിയ വിവരണമാണ്. ഒരു 10-15 മിനിറ്റ് സമയം, 20 മിനിറ്റ് സമയം നമ്മൾ കാണുന്നത് സീ മൗത്താണത്. അറേബ്യൻ സീ ആണുള്ളത്. സീ മൗത്ത് വരെ പോയി നമ്മൾ തിരിച്ചു വരും, പുറപ്പെട്ട സ്ഥലത്ത് എത്തിച്ചേരും. അതുപോലെ ഇത് ബോൾഗാട്ടി എന്നൊരു ലൊക്കേഷനായിരുന്നു. ബോൾഗാട്ടി ബോൾഗാട്ടി പാലസ് ആണ്. ഇത് 17-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാരൻ നിർമ്മിച്ചതാണ്. കാരണം സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. വെള്ളി നക്ഷത്രം, അതേപോലെ മൈ ബോസ് എന്ന സിനിമയിലൊക്കെ നിങ്ങൾ ഇവിടുത്തെ KTDCയുടെ കീഴിൽ വരുന്ന 4-സ്റ്റാർ ഹെറിറ്റേജ് ഹോട്ടൽ. ആക്ച്വലി ഇത് മുളവുകാട് ദ്വീപാണ്. ദ്വീപിന്റെ എൻഡിലായിട്ട് കാണുന്ന ലൊക്കേഷൻ. Actually, this site of 24,000 people belong to this site. Okay. അതേപോലെ ഇത് നമുക്കറിയാം, ഗോശ്രീ ദ്വീപുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ദ്വീപുകളിൽ ഫസ്റ്റാണ്. ഇതിന് പുറകുവശത്തായിട്ട് വല്ലാർപാടം ദ്വീപ്, ഇതിന് പുറകുവശത്ത് വൈപ്പിൻ ദ്വീപ്. അങ്ങനെ 3 ദ്വീപുകളാണ് ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഗോശ്രീ പാലങ്ങളെന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ ഗോശ്രീ ദ്വീപുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള പാലങ്ങളാണ് ഈ ഗോശ്രീ പാലങ്ങൾ. പിന്നെ 3 പാലങ്ങളാണ് ഇവിടെ ഈ ദ്വീപുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് പുറകുവശത്തായിട്ട് കാണുന്ന കൊച്ചി ഷിപ്പ്യാർഡാണ്. ആ ക്രെയിനുകളൊക്കെ കൂടി നിൽക്കുന്ന ലൊക്കേഷൻ തേവര എന്ന ഒരു സ്ഥലത്തായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ INS വിക്രാന്ത് എന്ന ഷിപ്പാണ് കാണുന്നത്. അവിടെ തന്നെ നിർമ്മിച്ച ഷിപ്പാണ്. നേവിയുടെ ഒരു യുദ്ധക്കപ്പലാണ്. ഈ ഷിപ്പിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരേ സമയം 30 യുദ്ധവിമാനങ്ങൾ ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഷിപ്പാണ്. അതുപോലെ അതിന് എതിർവശത്തായിട്ട് കാണുന്ന ലൊക്കേഷനിൽ നേവൽ ബേസ് ആണ്. സദേൺ നേവൽ കമാൻഡാണ്. മീൻസ് സൗത്ത് ഇന്ത്യയിലുള്ള നേവിയുടെ ഹെഡ് ക്വാർട്ടറാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇതിലൂടെ കാണുന്ന കാഴ്ച ക്രെയിനുകളെല്ലാം വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇത് ഗ്രാൻഡ് ഹയാത്ത് എന്ന 5-സ്റ്റാർ ഹോട്ടലാണ്. ഗ്രാൻഡ് ഹയാത്ത് ലുലു ഗ്രൂപ്പിന്റെ അവർ കൺട്രോൾ ചെയ്യുന്നതാണ്. ഇതിന് സൈഡിലായിട്ടാണ് ലുലു ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്ന ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് സൈഡിലായിട്ട്. ഒരു ഹൗസ് ബോട്ടാണ്. ഹൗസ് ബോട്ട് നമ്മൾ ആലപ്പുഴയിൽ പോയിട്ട് എടുക്കുന്നതാണ്. കാണുന്ന പാലം ഇത് ഗോശ്രീ പാലം എന്ന പേരിൽ അറിയപ്പെടുന്ന പാലങ്ങളെ 2ാമത്തെ ഒരു സെഗ്മെന്റാണ്. ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ബോൾഗാട്ടി എന്ന സ്ഥലത്തേക്കും അതേപോലെ വല്ലാർപാടം ദ്വീപിനെയും കണക്ട് ചെയ്തിട്ടുള്ള പാലം. അപ്പോൾ ഇതിന് അടിയിലൂടെ നിങ്ങൾ നോക്കിയാൽ മറ്റൊരു പാലം കാണാൻ സാധിക്കും. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ ഒരു റെയിൽവേ ബ്രിഡ്ജാണ്. സെക്കൻഡ് ലോങ്സ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് ഇൻ ഇന്ത്യ. Okay, purpose only for the container transportation is connected from Vallarpadam container terminal to Idapadi location. ഇവിടെ കായലിലായിട്ട് നോക്കിയാൽ ഒരു പൈപ്പ് ലൈൻസ് കാണുന്നത്
ഇത് COT കൊച്ചിൻ ഓയിൽ ടെർമിനൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബർത്ത് കം പമ്പിംഗ് സ്റ്റേഷനാണ്. അവിടെ 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 ആ അപ്പോൾ പൈപ്പ് ഇവിടെ എത്തിപ്പെടുന്ന ഷിപ്പുകൾ ക്രൂഡ് ഷിപ്പുകളാണ് ഇവിടെ ബോട്ടിൻ്റെ അപ്പുറത്തെ സൈഡ് ആങ്കർ ചെയ്യുന്നത്. ക്രൂഡിൽ വരുന്ന ഷിപ്പുകളെ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ പിന്നീട് സ്റ്റീലിൻ്റെ പൈപ്പ് ലൈൻസ് ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് പോയിരിക്കുന്നത് ഓയിൽ റിഫൈനറി അമ്പലമുകൾ എന്ന സ്ഥലത്തെ ഓയിൽ റിഫൈനറിയിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ള പൈപ്പ് ലൈൻസ് ആണ്. ഇവിടെ നിന്ന് ക്രൂഡിലൂടെയൊക്കെ പമ്പ് ചെയ്യും. പിന്നീട് അതിൻ്റെ റിഫൈൻ പ്രോസസ്സ് വഴി ഡീസലായും പെട്രോളും ഒക്കെ ആയിട്ട് ഇവിടെ വരും. പിന്നെ പുറകുവശത്തായിട്ട് OTB എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബർത്ത് കൂടിയുണ്ട്. അവിടെ ഒരു പിന്നീട് സെർവ് ടു ത്രൂ ഔട്ട് ഇന്ത്യ, അതേപോലെ വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ്. അതിൽ നിന്ന് വല്ലാർപാടം ചർച്ചാണ് കാണുന്നത്. ഈ ബിൽഡിങ്ങിനെ പുറകുവശത്തായിട്ട് നോക്കാൻ കാണുന്നത് 1524 പോർച്ചുഗീസുകാർ നിർമ്മിച്ച പള്ളിയാണത്. ഇത് വല്ലാർപാടം ദ്വീപാണ് കാണുന്നത്. ഇത് സൈഡിലാണ് ലുലു ഗ്രൂപ്പിൻ്റെ കീഴിൽ ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻ്ററാണ് കാണുന്നത്. ധാരാളം പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇത് വല്ലാർപാടത്തിന് എൻഡിലായിട്ട് കാണുന്ന ഈ ലൊക്കേഷൻ രാമൻപുരത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ഈ സ്ഥലം നിങ്ങൾ പലപ്പോഴായിട്ട് TV-യിലൊക്കെ കണ്ടു കാണും. കേരളത്തിലെ കുറവ് വോട്ടേഴ്സ് ഉള്ള സ്ഥലങ്ങളെ പറ്റി പറയുന്ന സമയത്ത് ഈ ലൊക്കേഷനെയും അവർ ഉൾപ്പെടുത്താറുണ്ട്. കാരണം കേരളത്തിലെ 2-3 ഫാമിലീസ് ഇപ്പോഴും ഈ കണ്ടൽ കാടുകൾക്ക് ഉള്ളിലായിട്ട് താമസിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഈ രാമൻപുരത്ത് എന്ന ഈ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്ഥലത്തെ ഓർത്തിട്ടാണ്. അതുപോലെ കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നുണ്ട് ബിൽഡിങ്ങിൻ്റെ സൈഡിലായിട്ട്. പിരിമുരു ഷേപ്പ് ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിലായിട്ട് കാണുന്ന ആ ബിൽഡിങ് കേരള ഹൈക്കോടതിയാണ്. ഇപ്പോൾ നമ്മൾ പുറപ്പെട്ട സ്ഥലം അവിടെ നിന്നത് മറൈൻ ഡ്രൈവ് ഏരിയയാണ്. മേനക എന്ന സ്ഥലമാണ് കെട്ടിടങ്ങളൊക്കെ കൂടി നിൽക്കുന്ന സ്ഥലം. ഇവിടെ ഓടുന്ന ബസ്സുകളിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും മേനക വഴി അല്ലെങ്കിൽ പത്മവഴി എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുള്ള ബസ്സുകളൊക്കെയാണ് കൂടുതലായിട്ട് സർവീസ് നടത്തുന്നത്. നിങ്ങൾക്ക് ഈ മറൈൻ ഡ്രൈവിലാണ് എത്തിപ്പെടണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സിറ്റിക്കകത്ത് വന്നാൽ കയറേണ്ട ബസ് മേനക വഴി എന്ന ബോർഡ് വെച്ചിട്ടുള്ള ബസ്സിലായിരിക്കും. എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് എത്തിപ്പെടത്തുള്ളൂ. അതിലൂടെ കായലിലായിട്ട് നോക്കിയാൽ ചെറിയ ചെറിയ തുരുത്തുകളെല്ലാം കാണാം. ഇതെല്ലാം ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഫിലിപ്സ് ആൻഡ് മന്ത്രിപ്പ് എന്നൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ കാണുന്ന തുരുത്തുകളെ കുറിച്ചൊക്കെ അതിന് പ്രതിപാദിക്കുന്നു പറയുന്നുണ്ട്. ഇതിൽ ഈ മഴക്കാല സമയത്തൊക്കെ ഈ ലൊക്കേഷനിൽ നിന്ന് വീരൻപുഴ, അതേപോലെ പെരിയാർ നദി, അതേപോലെ വെമ്പനാട് കായൽ, ഇങ്ങനെ മഴക്കാല സമയത്ത് വെള്ളത്തിൻ്റെ കുത്തൊഴുക്കുകൾ കൺട്രോൾ ചെയ്ത് വില്ലിംഗ്ടൺ ഐലൻഡാണ് കാണുന്നത്. വില്ലിംഗ്ടൺ ഐലൻഡ്. അപ്പോൾ വില്ലിംഗ്ടൺ ഐലൻഡിനെ സേവ് ചെയ്യുന്നതിനേക്കാൾ മീൻസ് വെള്ളത്തിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്ന കൂട്ടിൽ കൃത്രിമമായിട്ട് നിർമ്മിച്ചിട്ടിരിക്കുന്ന ചെറിയ ചെറിയ തുരുത്തുകളുണ്ട്. അപ്പോൾ വില്ലിംഗ്ടൺ ഐലൻഡ് എന്താണ്? വില്ലിംഗ്ടൺ ഐലൻഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരാണ് ആൻസർ കൊടുക്കുന്നത്? ചേട്ടാ ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കുക. മനസ്സോട്ട് 1 മണിക്കൂറൊന്നും ചിലവഴിച്ച് പോയിട്ട് ഇതാണോ ആൻസർ? എന്ത് പറയുന്നത്? What is the specialty of Wellington? Here many islands situated, lot of islands situated in this area have a specialty in this island. This is the Wellington Island. One can say what is the specialty of Wellington Island? Wellington Island is a man-made island. This is an artificial island. That is the specialty of Wellington Island. Okay. Man-made island. Long about 7.5 kilometers. Now it's controlled by Cochin Port Trust and the Navy. നമുക്കറിയാം നെടുമ്പാശ്ശേരിയിലെ എയർപോർട്ടൊക്കെ വരുന്നതിന് മുമ്പ് കൊച്ചിൻ എയർപോർട്ട് ആദ്യം സ്ഥിതി ചെയ്തിരുന്നതും ഇതിന് എൻഡിലായിട്ടാണ്. അതുപോലെ ഇവിടെ വൈറ്റ് കളറിലായിട്ട് കാണുന്ന ഷിപ്പുകളിൽ ഒന്ന് മുൻബേസായിട്ട് കാണുന്നത് അത് ലക്ഷദ്വീപിലോട്ട് പാസഞ്ചറുമായിട്ട് പോകുന്ന ഷിപ്പാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് പ്രൈസിൽ ലക്ഷദ്വീപ് സ്പോൺസർ മീൻസ് അവിടെ ഒരു പേഴ്സൻ്റെ റേറ്റ് 250 രൂപയാണെങ്കിൽ 500 രൂപ വരെ സ്പോൺസർ. അല്ലെങ്കിൽ ഓരോ പാക്കേജ് അനുസരിച്ചിട്ട് വേണം ടൂറിസ്റ്റുകളായിട്ട് പോകാൻ. അപ്പോൾ പ്രൈസിൽ കാര്യമായ വ്യത്യാസമാണ്.
അതുപോലെ ഇവിടെ രണ്ട് വലിയ ടാങ്കുകൾ കാണുന്നത് സുവാരി സിമെന്റ് ഫാക്ടറിയുടേതാണ്. ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല, ബൈ ഷിപ്പ് ഇവിടെ സിമെന്റ് വരും, പിന്നീട് ഇവിടെ പാക്കേജ് നടത്തി ത്രൂ ഔട്ട് ഇന്ത്യയിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. എൻഡിലായിട്ട് ഇന്ത്യയിലായിട്ട് രണ്ട് ബിൽഡിങ്ങുകൾ കാണാം. ഇത് ആദ്യം കാണുന്ന ഈ ബിൽഡിങ്ങിൽ കൊച്ചിൻ പോർട്ടസിന്റെ കീഴിൽ വരുന്ന അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കാണ്. ഇതിന്റെ മുകളിലായിട്ട് ഒരു ചില്ലിട്ട കൂടാരം കാണുന്നത് ഇത് പോർട്ട് കൺട്രോളാണ്. നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് എയർ ട്രാഫിക് കൺട്രോൾ കാണും, അതിന് സമാനമായതാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ് ഇതിന് സൈഡിലായിട്ട് കാണുന്നത്. അതുപോലെ വിവാൻഡ ബൈ താജ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ലൊക്കേഷനാണ്. അതുപോലെ ഈ ബിൽഡിങ്ങിനെ പുറകുവശമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷീറ്റ് കാണാൻ സാധിക്കും. ഷീറ്റിനടിയിലായിട്ട് ഒരു ബോട്ടാണ് അവിടെ കയറ്റി വെച്ചിട്ടുള്ളത്. ഇത് വില്ലിംഗ്ടൺ ഐലൻഡിൻ്റെ ശില്പിയായ റോബർട്ട് പ്രിസ്റ്റോ 1920 മുതൽ 1949 വരെ ഉപയോഗിച്ചിരുന്നത് ഇതിൻ്റെ ഒരു പേഴ്സണൽ ലോഞ്ചാണ്. ദറോത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബോട്ടാണ്. അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ യാത്രകൾക്കും സർവേക്കൊക്കെ അദ്ദേഹം അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ബോട്ടാണ്. നെഹ്റു, രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയൊക്കെ കൊച്ചിയിൽ വന്ന സമയത്ത് കൊച്ചി കായലിലൂടെയൊക്കെ ചുറ്റി സഞ്ചരിച്ചിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു ബോട്ടായതുകൊണ്ടാണ് അവിടെ അത് കയറ്റി വെച്ചിട്ടുള്ളത്. അതുപോലെ മട്ടാഞ്ചേരിയാണ് പ്രൊഫൈസായിട്ട് നടന്നത്. 1503 വാസ്കോഡി ഗാമ രണ്ടാമതും മൂന്നാമതും എത്തപ്പെട്ട ലൊക്കേഷനാണ്. വിദേശികളൊക്കെ ഒരു സമയത്ത് തുറമുഖ നഗരമായിട്ട് ഉപയോഗിച്ചിരുന്നത് മട്ടാഞ്ചേരി ആയിരുന്നു, വെല്ലിംഗ്ടൺ ഐലൻഡ് ആയിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ലൊക്കേഷൻ രാമൻപുരത്താണ്. പഴയ കാലത്ത് സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. ധാരാളം പഴയകാലത്ത് സിനിമകളിലൊക്കെ ഉള്ളൂ. ഒരു സമയത്ത് ഇത് വിമലവനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. 300 ഏക്കറിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ മട്ടാഞ്ചേരിയിലായിട്ട് നോക്കിയതിനാണ് വൈറ്റ് കളറിലായിട്ട് കാണുന്ന ഷിപ്പുകൾ. ഇത് എല്ലാം തന്നെ പെട്രോൾ ഷിപ്പുകളാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നേവി ഷിപ്പല്ല, കോസ്റ്റ് ഗാർഡ് ഡോൾഫിനെ കാണാൻ നേരെ നോക്കിയാൽ കുറച്ച് കഴിഞ്ഞാൽ ഷിപ്പുകളാണ്. ആ ഏരിയയിലുണ്ടാകുക. എല്ലാവരും മലയാളീസ് അല്ലേ? कोई ऐसी आदमी है मलयालम मालूम नहीं, हिंदी वासी कोई ऐसी नहीं है ना? എല്ലാവരും മലയാളീസ് അല്ലേ? किसी किसी का चेहरा देख रहे ऐसे लगता है हिंदी ऐसे लगता है. ഓക്കെ, ഇപ്പം നമ്മൾ എൻട്രി ആയിക്കൊണ്ടിരിക്കുന്നത് ഷിപ്പ് ചാനലിലാണ്. ഷിപ്പ് ചാനലിൽ ഇവിടെ വരുന്ന ഡെപ്ത് എന്ന് പറയുന്നത് 17 മീറ്റർ